ഹായ് ഹലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ പ്രൊഫൈലിനെ പറ്റിയിട്ടും എനിക്ക് റിജക്ഷൻ കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഇടണ്ടെന്ന് ഓർത്തിട്ടുണ്ട് 2-3 വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത്. അതായത് എൻ്റെ പ്രൊഫൈലിനെ പറ്റിയും എൻ്റെ കുറച്ച് ഇതിനെ പറ്റിയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കുമല്ലോ കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പൊ തന്നെ പലർക്കും ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, എന്റെ പ്രൊഫൈൽ ഇതിന് പറ്റുമോ, എന്റെ പ്രൊഫൈൽ ഇതിന് ചേരുമോ. ഒരു കാര്യം മനസ്സിലാക്കുക, വൺ തിങ് ഇസ് ചില പ്രൊഫൈലുകൾ ഓരോരുത്തരും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർക്ക് കുറവാണ്, മോസ്റ്റ്ലി ഇവിടെ ബേസിക് ഇത് 55% ഒക്കെയാണ്. സോ അത് 55% ആണ് മാർക്കെങ്കിൽ പിന്നെ നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പം എത്രയാണ് അതിന്റെ ഇത് എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് ഓരോ ഡേ വെച്ചിട്ട്. വിസ ഇമിഗ്രേഷൻ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്റെ മാർക്സ് വെച്ചിട്ട് എനിക്ക് ഏത് കൺട്രി ഓക്കെ ആയിരുന്നു, മാർക്സ് വെച്ചിട്ട് മാത്രം കേട്ടോ. ബട്ട് എന്റെ പ്രൊഫൈൽ ഇസ് ഓൾവേസ് അപ്പ് ആൻഡ് ഡൗൺ. ഞാൻ പറയുന്ന പോലെ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാൻ നമുക്ക് റീസൺ ഉണ്ടെങ്കിൽ പണ്ടത്തെ ഇതിനകത്തൊക്കെ കാനഡയോ UK ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്, എസ്പെഷ്യലി UK നോക്കുന്ന സമയത്ത് ഐ ഡോണ്ട് നോ ഏത് ഏജൻസി ഇട്ട് പോയി കഴിഞ്ഞാലും ഏത് ഇതാണെങ്കിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും, എവിടെയെങ്കിലും ജോലി ചെയ്തതായിട്ട് കൊണ്ടുവരും എന്ന് പറയുമായിരുന്നു. ബട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് അന്നേ ഐ തിങ്ക് പിന്നെ അത് ആ കള എക്സ്പീരിയൻസ് വെച്ച് പോയത് പ്രശ്നമായതിനു ശേഷമാകാം ഓസ്ട്രേലിയ കാനഡയൊക്കെ കുറെ നമ്മുടെ തന്നെ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്സിനെയും ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം തോന്നുന്നു ഏജൻസീസിന്റെ സക്സസ് റേറ്റ് പേടിയാവാൻ തുടങ്ങിയതിനു ശേഷമായിരിക്കാം. ഇടയ്ക്ക് ഇങ്ങനെയായിരുന്നല്ലോ, കാനഡ ഫുൾ റിജക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ യുകെയിലെ റിജക്ഷൻസ് കേൾക്കുന്നത് ഞാൻ കുറവാണ്. എനിവേ കാനഡയിൽ ഫുള്ള് റിജക്ഷൻ ആയിരുന്നു എന്നൊരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ കാനഡയിൽ ഫുൾ അക്സെപ്റ്റൻസ് നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ കാനഡയിലെ റിജക്ഷൻ നടന്നിരുന്ന സമയത്തിന് മെയിൻലി ഒരു പർപ്പസ് ഇതായിരുന്നു, ഫേക്ക് ഡോക്യുമെന്റ്സ് വെക്കുക. ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് വെക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫേക്ക് ഡോക്യുമെന്റ്സ് വെക്കുമ്പോൾ നിങ്ങളുടെ ഇന്റഗ്രിറ്റി അവിടെ ചോദ്യം ചെയ്യാണ്. ഒരു കുട്ടി ഇവിടെ പഠിക്കാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ കാര്യമാണ്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സത്യസന്ധമായിട്ടാണ് ആ കാര്യം ചെയ്തേക്കുന്നത്, ഓരോരുത്തർ കോപ്പി അടിക്കാതെ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം, നമ്മുടെ വർക്കായിരിക്കണം. നമ്മൾ വന്നിട്ട് ആദ്യമേ തന്നെ ഇമിഗ്രേഷനിൽ തന്നെ പറ്റിച്ച് കയറി വരികയാണെന്നുണ്ടെങ്കിൽ വല്ലതും നടക്കുമോ? അപ്പൊ അന്ന് മുതലേ തന്നെ ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയയിൽ ആ കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ഓസ്ട്രേലിയ ഇസ് വെരി വെരി സ്ട്രിക്റ്റ് വിത്ത് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷന്റെ പല കാര്യങ്ങളും ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് വെക്കാൻ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയയിൽ പറ്റില്ല കേട്ടോ. പിന്നെ മോസ്റ്റ്ലി ന്യൂസിലാൻഡിന്റെ പല കാര്യങ്ങളും ഓസ്ട്രേലിയയുടെ പല കാര്യങ്ങളും ആപ്ലിക്കബിൾ ടു ന്യൂസിലാൻഡും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കുഞ്ഞ് ചേഞ്ച് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ ചേഞ്ച് കൊണ്ടുവരും കേട്ടോ. എന്താണേലും കാനഡയിൽ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് വെക്കുക, അത് പറ്റില്ല. മെയിൻ തിങ് ഈസ് അവർക്ക് തോന്നരുത് നിങ്ങൾ വെറുതെ ഇരുന്നു എന്ന്. പിന്നെ ഞാൻ പണ്ട് കണ്ടിട്ടുള്ള കുറച്ച് പ്രൊഫൈൽസ് ഉണ്ട്, +2 കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഉള്ളവരൊക്കെ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള പ്രൊഫൈൽസിനൊക്കെ കയറി വരാൻ പറ്റുമെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ ഏജൻസീസ് പറയുന്നത് മാത്രം വിശ്വസിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ തനി അപ്ലൈ ചെയ്ത് വന്ന പിള്ളേരുണ്ട് കേട്ടോ. സോ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ വിൽ പവർ, യുവർ persistent and how consistent you are. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും how you will reach here or not. And അപ്പം ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് വെക്കുന്നത് ഒഴിവാക്കുക. ഞാനിപ്പോ ചെയ്തതുപോലെ ഞാൻ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് വരാം. ഞാൻ എന്റെ പ്രൊഫൈൽ കേട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വരിക. സോ എന്റെ ബാങ്ക് കോച്ചിങ്ങിന്റെ കുറച്ച് വീഡിയോ ഇതുണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു 2 ഇയേഴ്സിന്റെ. അത് ഞാൻ ബാങ്കിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ആ പേപ്പർ മേടിച്ചു കൂട്ടാം. പ്ലസ് പിന്നെ ഉണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്ന ഓൺലൈൻ ട്യൂഷൻ എടുത്തിരുന്ന ആ മാഡത്തിന്റെ നിന്നും ഞാൻ ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ലെറ്ററും മേടിച്ചു. അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അവരെനിക്ക് അവർലി ആയിരുന്നു കാശ് തന്നുകൊണ്ടിരുന്നത്. സോ അവർലി വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വീക്കിലി ആയിരിക്കും ചിലപ്പോൾ പേയ്മെന്റ് ഉണ്ടാവുക. അപ്പൊ ഈ പേയ്മെന്റ് വീക്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ടീച്ചിങ് കഴിഞ്ഞു. പിന്നെ ഞാൻ 3 months ട്രെയിനിങ് പോലെ GB എഡ്യൂക്കേഷനിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 3 months. അത് കഴിഞ്ഞ് അവിടെ നിന്നും ഞാൻ പേപ്പർ പേഷ്യണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ലെറ്റർ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തന്നു. അത് കഴിഞ്ഞിട്ട് 3 years ഇപ്പൊ ഞാൻ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടോ ഇല്ലെന്ന് അറിയില്ല. സോ ഇഫ് വി ആർ ലൈക്ക്
ഒരു ജോലി രാജിവെച്ചിട്ട് ഇത് നോക്കാനും മാത്രമുള്ള ഒരു ഹോപ്പുള്ള പ്രൊഫൈൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ജോലിയൊന്നും രാജിവെച്ചില്ല. ജസ്റ്റ് ആസ് എ സൈഡ് ഞാൻ ഇത് നോക്കാമെന്ന് ഓർത്തു. ആൻഡ് സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇഫ് യുവർ കമ്പനി അലൗസ് നിങ്ങൾക്ക് സ്റ്റിൽ വർക്കിംഗ് പറഞ്ഞിട്ടൊരു പേപ്പർ കമ്പനിയുടെ നിന്ന് മേടിക്കാം. ഞാൻ അത് വെച്ചിട്ടില്ലായിരുന്നു, കാരണം എനിക്കത് മേടിക്കാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല കേട്ടോ. ചില കമ്പനീസ് തരും, ഞാൻ ചോദിക്കാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ എന്റെ കമ്പനി തന്നിരുന്നതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഹയർ സ്റ്റഡീസ് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഗ്രസ്. സോ ഇപ്പം എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളൊക്കെ TCS വന്നതാണ്. അവള് 2 ഇയേഴ്സോളം ലീവ് എടുത്തിട്ടാണ് അവള് വന്നത്. പിന്നെ തിരിച്ചു പോയി ജോയിൻ ചെയ്തിട്ടാണ് അവള് നാട്ടിൽ നിന്ന് വന്നത് കേട്ടോ. അതിനും കൂടെ ആയിരുന്നു അവള് നാട്ടിൽ പോയിരുന്നത്. സോ TCS തിങ് ഈസ് 2 ഇയേഴ്സ്. അല്ലെങ്കിൽ TCS Accenture, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന Accentureലാണ്. അപ്പം അതിലൊക്കെ ഒരു 3 ഇയേഴ്സ് എന്തോ എക്സ്പീരിയൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഈ ഇങ്ങനെ ലീവ് എടുത്ത് 2 ഇയേഴ്സ് ഫോർ അബ്രോഡ് സ്റ്റഡീസ് വന്നിട്ട് ലീവ് എടുത്തിട്ട് വരാം. അപ്പൊ എന്റെ കമ്പനിയിൽ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്റെ കമ്പനി അത് അലോ ചെയ്യുന്നതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ച് അധികം ട്രൈ ചെയ്തില്ല കേട്ടോ. എന്താണേലും ഞാനത് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ഓഫർ ലെറ്ററും പേ സ്ലിപ്സും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആണ് വെച്ചത്. അത് ഞാൻ ആദ്യം വെച്ചപ്പോൾ 6 മന്ത്സിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് വെച്ചത് കേട്ടോ. ഇതെല്ലാം വെച്ചിട്ടായിരുന്നു ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രോപ്പറായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയണത്. അതിന് മുന്നേ ഒരു കാര്യമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കാര്യങ്ങൾ ഫേക്ക് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് വയ്ക്കാതെയും ഈ കാര്യങ്ങൾ ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ ആദ്യമേ തന്നുള്ളൂ. ചിലവർക്ക് ഇപ്പൊ ഫുൾ വീഡിയോ കാണാൻ വയ്യാത്തുള്ളവർക്ക് ജസ്റ്റ് ഒരു ജിസ്റ്റ് ആയിട്ട് പറഞ്ഞാണ് ഫേക്ക് ഡോക്യുമെന്റ്സ് വെക്കാതിരിക്കുക. ഇനി എന്തായാലും ഇത് കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ന്യൂസിലൻഡ് വിസയുടെ ഇപ്പൊ കാനഡ പോലെയോ, കാനഡയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഡോക്യുമെന്റ്സ് ഇല്ല. കാരണം കാനഡയുടെ ഡോക്യുമെന്റ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വി ഹാവ് ദീസ് മെനി ഡോക്യുമെന്റ്സ്. ഓക്കെ, എന്താണേലും ഐ ഡോണ്ട് നോ ഓസ്ട്രേലിയയിൽ ഇത്രയും ഇതാണോ, ഓസ്ട്രേലിയയിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാൻ വന്ന സമയത്ത് ഐ തിങ്ക് ഫിനാൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫിനാൻസ് നിങ്ങളുടെ പ്രൊഫൈലിന് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇതിനെല്ലാം ഇവിടെ നിൽക്കാൻ പറ്റുന്ന എക്സ്പെൻസസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നവർക്കൊക്കെ പെട്ടെന്ന് വിസ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ സ്പോൺസേഴ്സ് ഇല്ലാത്തവർക്കാണെങ്കിൽ FD, സ്ട്രോങ് ആയിട്ടൊരു FD, ലോണ്, അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുവാണെന്നുള്ളത്, അങ്ങനെ കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എന്തായാലും ഫസ്റ്റ് ആൻഡ് ബേസിക് കുറെ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് വേറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻലി അതിനകത്ത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടതാണ് ഈ വിസയുടെ ഡോക്യുമെന്റ്സും ലോൺ പ്രോസസ്സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ നമ്മുടെ ഒരു പ്രൊഫൈല് നമ്മൾ അനലൈസ് ചെയ്യാം. ഞാനിപ്പോ എന്റെ പ്രൊഫൈൽ അനലൈസ് ചെയ്താണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്റെ പ്രൊഫൈൽ കേട്ട് കഴിയുന്ന പലവർക്കും, ഒരുവിധം ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്ന പലവർക്കും ചിലപ്പോൾ ഇതുപോലത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊഫൈൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ പ്രൊഫൈൽ കേട്ട് നോക്കാൻ, നിങ്ങളുടെ അതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, ഇതെനിക്ക് എന്റെ മാത്രം പ്രൊഫൈൽ ഇങ്ങനെ അല്ല കേട്ടോ. ഇവിടെ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവള് പഠിച്ചത് BCA കമ്പ്യൂട്ടർ സയൻസോ എന്തോ ആയിരുന്നു. അവള് ചെയ്തത് PG ഇൻ മാത്തമാറ്റിക്സ് ആയിരുന്നു. എന്നിട്ട് അവൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് ടീച്ചിങ് ചെയ്തത്. എന്നിട്ട് അവള് ടീച്ചിങ്ങിന്റെ എക്സ്പീരിയൻസ് വെച്ച് മാത്രമാണ് ഇപ്പൊ PG ഡിപ്ലോമ ഇൻ ടീച്ചിങ് ചെയ്യുന്നത് കേട്ടോ. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എനി ബാക്ക്ഗ്രൗണ്ട് ഡസ് മാറ്റർ. ഇറ്റ്സ് ഓൺ ഹൗ യു റൈറ്റ് യുവർ SOP. ഇതൊക്കെയാണ് മാറ്റർ ചെയ്യുക. ഞാൻ കൃത്യമായിട്ട് ഒന്നും കൂടെ പറയാം, നിങ്ങളുടെ പ്രൊഫൈല് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ ഏകദേശം നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ബാച്ചിലേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് പഠിച്ചൊരു കുട്ടിക്ക് ബാച്ചിലേഴ്സ് ഇൻ നഴ്സിംഗ് കിട്ടി പോയിട്ടുണ്ട് കേട്ടോ. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ SOPയിലായിരുന്നു നമുക്ക് കിട്ടിയത്. സോ അങ്ങനെയും ചെയ്യാം. അപ്പം ഇപ്പൊ ഇങ്ങനെയായിരിക്കും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ദർ ആർ പീപ്പിൾ കമ്മിങ് അപ്പ്. ഏപ്രിൽ ഇൻടേക്കിൽ എന്റെ കോളേജിൽ കുറെ പിള്ളേർ വന്നിട്ടുണ്ട്, മലയാളികളും വന്നിട്ടുണ്ട്. എന്റെ കോളേജിൽ അത്ര മലയാളികളില്ല കേട്ടോ, പക്ഷെ മലയാളികളും വന്നിട്ടുണ്ട്. സോ എനിക്ക് ഏപ്രിൽ ഇൻടേക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏപ്രിൽ ഇൻടേക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇൻടേക്ക് ഷോർട്ട് ഇൻടേക്ക് ആണ്, എന്നിട്ട് പോലും പിള്ളേർ കയറി വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പിള്ളേർ വരുന്നുണ്ട്. ഫെബ്രുവരിയിൽ ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ട്, ഒത്തിരി പേര് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഐ തിങ്ക് intake is still happening. People are coming with or without FTS. So എന്താണേലും വിസ പ്രോസസ്സിങ്ങിന്റെ കാര്യം കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ കാട് കയറി മല കയറിയൊക്കെ നമുക്ക് പോകട്ടോ.
സോ ഫസ്റ്റ് വിസ ഡോക്യുമെന്റ്സ്, ലോണിന്റെ കാര്യങ്ങൾ ഞാൻ അത് പറയാൻ വിട്ടുപോയി. ലോണിന്റെ പ്രോസസ്സിങ്ങിനകത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ബാങ്ക് യു ആർ ഇൻ. ഞാൻ വന്നത് ബാങ്ക് ഓഫ് ബറോഡയിലാണ്. എന്റെ മാർജിൻ എന്ന് പറഞ്ഞത് 10% സംതിങ് ആയിരുന്നു കേട്ടോ. ഞാനിത് അന്വേഷിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് പോയി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എന്റെ ഞങ്ങളെല്ലാം കൂടി ഫ്രണ്ട്സ് ഉള്ള ഗ്രൂപ്പ് ഉണ്ട്, എല്ലാവരും ഓരോ ബാങ്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഞാൻ ഇതിന്റെ പലിശ എത്രയാണെന്നും ഇതിന്റെ പലിശ എത്രയാണെന്നും ഇതിന്റെ മാർജിൻ എത്രയാണെന്നും ചോദിച്ചാണ് കേട്ടോ ഞാൻ അവസാനം ഈ ബാങ്ക് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ബാങ്കാണോ ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ബാങ്ക് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ എന്റെ വീടായിരുന്നു പണയം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ FD ഇടാൻ നേരത്ത് മെയിൻലി എന്റെ ലൈക്ക് നിങ്ങൾ ഒരിക്കലും ഗോൾഡ് ഒന്നും വെച്ചിട്ട് ഗോൾഡ് ലോൺ ആക്കി വെച്ചിട്ടൊന്നും പൈസ കാണിക്കാൻ നിൽക്കരുത്. ഗോൾഡ് പണയം വെച്ചിട്ടോ വിറ്റിട്ടോ ആ പൈസ FD ഇട്ട് 6 months മെച്യൂരിറ്റിയിൽ വെച്ചിട്ട് വേണം ഇത് കാണിക്കാൻ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഹസ്ബൻഡും കുറച്ച് ക്യാഷ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് FD ഉണ്ടായിരുന്നു. പിന്നെ ഗോൾഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു. എനിക്കൊരു 7-8 lakhsോളം എനിക്ക് FD കാണിച്ചായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ അമ്മയുടെ PF വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ PFും നമുക്ക് വെക്കാം. അപ്പം ആക്ച്വലി എല്ലാ മെത്തേഡും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വെക്കാൻ പറ്റുന്നില്ല, എനിക്ക് പിന്നെ സ്പോൺസേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ മെത്തേഡ് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവള് ചേച്ചീനെ സ്പോൺസറാക്കി വെച്ചിട്ട് അവള് വന്നത്. എന്നാൽ ഞാനിപ്പോ മുന്നേ പറഞ്ഞ ടീച്ചിങ് ചെയ്യുന്ന അവളാണെങ്കിൽ സ്പോൺസേഴ്സിനെയും വെച്ചിട്ടില്ല. ലിവിങ് എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അവൾ ട്രാൻസ്ഫർ ചെയ്യാതെയാണ് അവള് വന്നത്. ഞാൻ ലിവിങ് എക്സ്പെൻസ് കാണിക്കുകയും ചെയ്തു, ട്രാൻസ്ഫറും ചെയ്തിട്ടാണ്. സോ എവ്രിബഡി ഹാവ് ഡിഫറെന്റ് തിങ്സ് ആൻഡ് ഡിഫറെന്റ് പ്രൊഫൈൽ. ഓക്കെ, എന്നാണേലും നമുക്ക് ഇനി വെച്ച് താമസിപ്പിക്കാതെ ലോണിന്റെ കാര്യങ്ങളിലേക്ക് പോവാട്ടോ. ഞാൻ ആദ്യം February 24 വെക്കാനിരുന്നിട്ട് ഓഫർ ലെറ്റർ മേടിച്ചിട്ട് ഡിഫർ ചെയ്യും. നമുക്ക് ഡിഫർ ചെയ്യാം, കോളേജിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫർ ചെയ്ത് വേറെ ഇൻടേക്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഡിഫർ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഫെബ്രുവരിയിൽ നിന്ന് മാറ്റിയിട്ട് ജൂലൈയിലാക്കി. ജൂലൈയിൽ നിന്ന് എനിക്ക് പിന്നെ ഒക്ടോബറിലേ വരാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നേ. ഇനി യെസ്, കുറേ ഡോക്യുമെന്റ്സ് ഇങ്ങനെ നിലനിലാന്നുണ്ട്. ഇനി ഇൻ കേസ് ഇത് കൺഫ്യൂസിംഗ് ആയിട്ടോ അല്ല എങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് ചെയ്തിടാം കേട്ടോ. ഞാൻ പോയിന്റ് ആയിട്ട് ഇടാം കേട്ടോ. ആദ്യം തന്നെ വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അതിനൊരു പ്രത്യേക സൈസ് ഉണ്ട്. അത് ഏജൻസിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏജൻസി തന്നെ പറയൂ കേട്ടോ, ഇന്ന സൈസിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ലൈക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് ഒരു സൈസേ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അതിന് എന്തോന്നോ ഒരു സെന്റിമീറ്ററോ മില്ലിമീറ്ററോ എന്തോന്നോ ഒരു സൈസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് മറന്നുപോയി. അത് ഏജൻസീസ് പറയും. കാരണം നമുക്ക് റിയൽമി അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുക. വിസ പ്രോസസ്സിങ്ങിന് നമ്മൾ റിയൽമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും ഇമിഗ്രേഷന്റെ സൈറ്റിൽ നിന്ന്. ഇതാണ് ഇനി നമ്മുടെ വിസ വരുന്നത് വരെയുള്ള ഒരു റിയൽമി അക്കൗണ്ട് ആയിരിക്കും കേട്ടോ നമ്മുടെ ബൈബിള്. അതായത് ഈ റിയൽമി അക്കൗണ്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് നേരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടിയതുപോലെ പണി കിട്ടും. ഓക്കെ, പിന്നെ എന്റെ അകത്ത് ചിലപ്പോൾ റിയൽമി അക്കൗണ്ടിൽ വരില്ല. സോ മെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ഏജൻസി മോസ്റ്റ്ലി വേറൊരു ഇമെയിൽ ID പാസ്വേഡ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും വെക്കുക. അതായിരിക്കും റിയൽമിയിൽ യൂസ് ചെയ്യുക. കാരണം അവർക്കും കൂടെ ആ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് തരില്ല. ആദ്യം നമുക്ക് വിസ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ജിമെയിൽ തരുവുള്ളൂ. എനിക്ക് ക്രിയേറ്റ് ചെയ്ത യാഹു അക്കൗണ്ട് ആയിരുന്നു, റിയൽമി തന്നെയായിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ്, നമ്മൾ എന്നാണ് വിസ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് ബുക്ക് ആയിരിക്കും ആ റിയൽമി അക്കൗണ്ട്. ഓക്കെ, അപ്പൊ പാസ്പോർട്ട് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഓഫർ ലെറ്റർ, ഞാൻ ഏത് കോളേജിൽ നിന്നാണോ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയത് ആ ഓഫർ ലെറ്റർ അപ്ലോഡ് ചെയ്യണം. പിന്നെ PCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുന്നേ തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ. മെഡിക്കൽ എടുത്ത് വെക്കുക, PCC എടുത്ത് വെക്കുക. പക്ഷെ ഇതിനെല്ലാം വാലിഡിറ്റി ഉണ്ട്. എന്റെ PCC എന്ന് പറഞ്ഞാൽ 6 months ആയിരുന്നു കേട്ടോ. 6 months എന്റെ PCC അല്ല, PCCക്ക് 6 months ആണ് വാലിഡിറ്റി ഉള്ളത്. പക്ഷെ എന്റെ വിസയൊക്കെ ഇങ്ങനെ റിജക്ട് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് PCC ഞാൻ പക്ഷെ അപ്ഡേറ്റ് ചെയ്തില്ല. ചിലവര് വിസ റിജക്ട് വന്നപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. PCC ആക്ച്വലി ഒരു പ്രാവശ്യം വിസയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. വിസ ഇൻ കേസ് ഇഫ് യു ഹവ് ഡൺ ഇറ്റ് ഫസ്റ്റ്, പിന്നെ അത് ആ PCC വെച്ച് തന്നെ നമുക്ക് റിജക്ഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇൻടേക്കിലൊക്കെ ഉള്ളതും പിന്നെ റീ അപ്ലൈയിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം.
അപ്പൊ PCCയുടെ വാലിഡിറ്റി ബിഫോർ അപ്ലൈയിങ് ഫോർ വിസ വാലിഡിറ്റി ഇസ് 6 months. ഓക്കെ, കാരണം ഒരിക്കലും PCCയുടെ അത് വിസയ്ക്ക് വച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വാലിഡിറ്റി ഇഷ്യൂ വരില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് മെഡിക്കൽ ചെക്കപ്പ്. അത് നിങ്ങൾ ദയവ് ചെയ്ത് എന്നെപ്പോലെ ഇങ്ങനെ മണ്ടിയാവാതെ ദയവ് ചെയ്ത്, ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളും കൂടെ പറയട്ടോ എന്താ അവിടെ. അതായത് മെഡിക്കൽ ചെയ്യുമ്പം ജലദോഷം, പനി, പീരീഡ്സ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെഡിക്കൽ എടുക്കാൻ പോകരുത്. എനിക്ക് ആ സമയത്ത് ചെറുതായിട്ടൊരു ജലദോഷം ഉണ്ടായിരുന്നു. അപ്പൊ മെഡിക്കൽ എടുത്തു. എന്നിട്ട് മെഡിക്കൽ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ട്. അത് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഫുൾ ബോഡി ചെക്കപ്പ് ആയിരുന്നു ചെയ്തത്. ഇപ്പൊ കാനഡയിലൊക്കെ ആണെങ്കിൽ എക്സ്റേ എടുക്കാറുള്ളൂ. ഇവിടെയും ചിലവരൊക്കെ എക്സ്റേ എടുത്ത് മാത്രം വന്നിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റ് എക്സ്റേ മാത്രം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അല്ലാതെ ഞാൻ നോക്കുമ്പോ ഞങ്ങളെല്ലാം ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഐ തിങ്ക് PSWയുടെ സമയത്ത് മെഡിക്കൽ ചെക്കപ്പ് ഫുൾ എടുക്കേണ്ടി വരും. സോ അതിനേക്കാളും അത് ആദ്യമേ എടുക്കുന്നതാണ് നല്ലത്. ആൻഡ് മെഡിക്കൽ ചെക്കപ്പിന്റെ വാലിഡിറ്റി 3 months എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അവന്റെ ഓർമ്മ 3 months ആണ്. സോ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ PCC പോലെ തന്നെ വാലിഡ് ആണ്. ബട്ട് വിസയ്ക്ക് മുന്നേ ഉള്ള വാലിഡിറ്റിയാണ് 3 months. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ടി വരും. സോ എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്റെ WBC കൗണ്ട് വാസ് വെരി ഹൈ. അപ്പൊ ഇവർ എന്റെ അടുത്ത് വന്നിട്ട് റീമെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. റീമെഡിക്കലിന് ഞാൻ പൈസ കൊടുക്കേണ്ടി വന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നു. ബ്ലഡ് ടെസ്റ്റിനായിരുന്നു കേട്ടോ. റീവർക്ക് ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. WBC നോർമൽ അല്ലാത്തതുകൊണ്ട് പിന്നെ WBC നോർമലായിട്ട് തന്നെ കിട്ടി. പിന്നെ അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് പീരീഡ്സ് ആണെങ്കിൽ പോകരുത് നമ്മള്, ബിക്കോസ് മെയിൻ തിങ് യൂറിൻ ടെസ്റ്റ് ഒക്കെ എടുക്കും. സോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഹൈ RBC കൗണ്ട് കാണിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പീരീഡ്സിന്റെ ടൈമിൽ പോവാതിരിക്കുക. പനി ജലദോഷം ഉള്ളപ്പോൾ പോവാ ചെയ്യാതിരിക്കുക പ്ലീസ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് അക്കാഡമിക് ഡോക്യുമെന്റ്സ്. വെരി വെരി ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ആണ് അക്കാഡമിക് ഡോക്യുമെന്റ്സ്. നിങ്ങൾ ഏത് തൊട്ട് ഏതുവരെയൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിലെ എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്തൊരു ഡോക്യുമെന്റ് ആയിരിക്കണം. അതായത് ഞാനിപ്പോ എടുത്തത് 10th സർട്ടിഫിക്കറ്റ്, 10th മാർക്ക് ലിസ്റ്റും. ഞാൻ CBSE ആയിരുന്നു പഠിച്ചത്. അപ്പൊ എനിക്ക് മറ്റേ പലവ പോലത്തെ 10th സർട്ടിഫിക്കറ്റ് പലവ പോലെയായിരുന്നു വരുന്നത്. അതുകൊണ്ട് അതിനകത്ത് തന്നെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ 10th കഴിഞ്ഞിട്ട് 12th സർട്ടിഫിക്കറ്റിൽ ഞാൻ 12th സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും വെച്ചിരുന്നു. നല്ല മാർക്കായിരുന്നത് കൊണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ സെമിസ്റ്റർ വൈസ് ഇതില്ലേ, അത് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിൽ അത് നമ്മൾ എഴുതി മേടിക്കണം. കുറെ കാശ് ഇതിനെല്ലാം ഇറങ്ങും. പക്ഷെ നമ്മൾക്ക് ഒരുപാട് പൈസ. എനിക്ക് തോന്നുന്നു എനിക്ക് പ്രോസസ്സിങ് ഓൾമോസ്റ്റ് എല്ലാം കൂടെ എത്രയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിയുടെ സെം വൈസ് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് സെം വൈസ് തന്നെയാട്ടോ ട്രാൻസ്ക്രിപ്റ്റ്. പിന്നെ എനിക്ക് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതും വെച്ചു. പിന്നെ എനിക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിൽ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. NG യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെയാണോ എന്ന് അറിയില്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. ട്രാൻസ്ക്രിപ്റ്റ്, കൺസോളിഡേറ്റഡ്, സെം വൈസ് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചു. പിന്നെ ഞാനൊരു ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് IT റിലേറ്റീവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതും വെച്ചായിരുന്നു. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് 2 മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. 2 മാർക്ക് ലിസ്റ്റ് ഞാൻ വെച്ചായിരുന്നേ. പിന്നെ ഇനി അടുത്ത് വരുന്നതാണ് എക്സ്പീരിയൻസ് പ്രൂഫ്. നമ്മള് ഗ്യാപ് സർട്ടിഫിക്കറ്റ് കാണിക്കുക. അതായത് വാട്ട് യു ഡിഡ് ഇൻ ഓൾ ദ ഗ്യാപ്സ് ദാറ്റ് യു ഹാവ് ഫ്രം യുവർ സ്റ്റഡി ടിൽ നൗ, അത് കാണിക്കണം. ഇപ്പൊ നിങ്ങൾ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ സ്റ്റഡീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞ സ്ട്രേറ്റ് പ്രൊഫൈൽ. പിന്നെ എന്നെ പോലത്തെ വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനത്തെ നമ്മുടെ താമര ചുരം പോലത്തെ പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കുറെ ഡോക്യുമെന്റ്സ് വെക്കേണ്ടി വരും. ഇപ്പൊ എക്സ്പീരിയൻസ് പ്രൂഫ് ഇപ്പൊ ഡയറക്ട്ലി യു വർക്ക്ഡ് ഇൻ എ കമ്പനി ഫോർ ദിസ് മച്ച് ഇയേഴ്സ് എന്ന് കാണിക്കാനാണെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ യു. പക്ഷെ എന്റേത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിനും പ്രൂഫ് വെക്കേണ്ടി വന്നു. മൈൻ വാസ് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് കോച്ചിങ്ങിന് ഞാൻ ഡോക്യുമെന്റ്സ് ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ കള്ളത്തരല്ല കേട്ടോ, ഒറിജിനൽ ഡേറ്റ് മേടിച്ചാണ്. അത് ഞാൻ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ച, 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് കോവിഡ് ഉണ്ടായിരുന്നു. അപ്പൊ 6 months കോവിഡ് ഉണ്ട് എന്ന് ഞാൻ എന്റെ SOPയിൽ മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 6 months കോവിഡിനെ മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഓൺലൈൻ ജോലി കിട്ടിയത്. അതിന്റെ ഇടയിൽ മാരേജ് കഴിഞ്ഞു ഞാൻ എഴുതിയിരുന്നു. 6 months പിന്നെ ഒരു കുറച്ച് നാളത്തേക്കായിരുന്നു ഞാൻ ടീച്ചിങ്ങിന്റെ ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയും നാളത്തതിനും കൂടെ ചെയ്തു. അത് എക്സ്പീരിയൻസ് ലെറ്റർ വെച്ചു, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചു, ഇത്രയൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ
മെയിൻലി ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടുകയാണെങ്കിൽ അതിനകത്ത് സ്റ്റാമ്പ് ആൻഡ് സീൽ എന്തായാലും ഉണ്ടായിരിക്കണം, എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ. അതെന്തുകൊണ്ടാന്ന് നീ പറയാം. അപ്പം ഇത് കിട്ടി. ഇനി പിന്നെ ഞാൻ ചെയ്തിരുന്ന GB എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്ത 3 months ഇത് വെച്ചു. പിന്നെ ഞാൻ ഓഫർ ലെറ്റർ 3 years വർക്ക് ചെയ്തതിന്റെ ഓഫർ ലെറ്റർ, ലാസ്റ്റ് 6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലാസ്റ്റ് 6 months പേ സ്ലിപ്പ് വെച്ചു, 3 months പേ സ്ലിപ്പ് വെച്ചു. ഇതെല്ലാം വെച്ചിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഓരോന്ന് ഞാൻ എന്റെ സാലറി മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ മന്തിലെ സാലറി, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു മാർക്ക്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം, സീല് ഉണ്ടോ സിഗ്നേച്ചർ ഉണ്ടോ എന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എനിക്ക് റിജക്ഷൻ വന്നതിനകത്ത് അവർ എഴുതിയിരുന്നതിന്റെ ഒരു റീസൺ ഇതും കൂടെ ആയിരുന്നു. നിങ്ങൾ വെച്ചിരുന്ന ഓഫർ ലെറ്ററിൽ സീൽ ആൻഡ് സിഗ്നേച്ചർ ഇല്ല. ഞാൻ വെച്ചിരുന്നത് ആക്ച്വലി ഹാർഡ് കോപ്പി അല്ലായിരുന്നു, സോഫ്റ്റ് കോപ്പി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് സീൽ ഇല്ലായിരുന്നു, സിഗ്നേച്ചർ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് എന്റെ സിഗ്നേച്ചർ അതിനകത്തില്ല. അങ്ങനത്തെ ഒരു ഓഫർ ലെറ്റർ ആയിരുന്നു ഞാൻ കൊടുത്തത്. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ സിഗ്നേച്ചർ, എംപ്ലോയർ സിഗ്നേച്ചർ, സീല്, കമ്പനി സീല് എല്ലാം ഉണ്ടായിരിക്കണം. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ 3 year എക്സ്പീരിയൻസ് വെച്ചു, പേ സ്ലിപ്പ് വെച്ചു, ലാസ്റ്റ് 6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റും ലാസ്റ്റ് 6 months പേ സ്ലിപ്പും വെക്കുക. പിന്നെ എന്റെ പ്രൊഫൈൽ അങ്ങനെ അല്ലായിരുന്നത് കൊണ്ടാണ് എനിക്ക് വീണ്ടും വെച്ചപ്പോ 3 years വെക്കേണ്ടി വന്നത്. ബിക്കോസ് ഐ ഹാഡ് ടു പ്രൂവ് ദാറ്റ് ഐ വർക്ക് ഹിയർ ഫോർ 3 years ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ആൻ ഓട്ടോ ജനറേറ്റഡ് പേ എന്ന് കാണിക്കേണ്ടി വന്നത് കേട്ടോ. ഇത്രയാണ് എന്റെ എക്സ്പീരിയൻസ് പ്രൂഫ് ഉണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ വിസിക്കെല്ലാം വെക്കുന്നതിനും ഒക്കെ മുമ്പേ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഒന്നുകിൽ IELTS പഠിക്കുക അല്ലെങ്കിൽ PTE പഠിക്കുക. ഞാൻ PTE ആണ് പഠിച്ചത്. എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇംഗ്ലീഷ് ഒരുപാട് പാടാണെന്ന് ഫീൽ ചെയ്യുന്നവർ PTE എടുക്കുന്നതായിരിക്കും നല്ലത്. കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ എളുപ്പമാണ്, നല്ല കേട്ടോ. കമ്പയർ ടു IELTS ഈസിയാണ്. സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്, ബട്ട് ദ മെത്തേഡ് ഓഫ് ഡെലിവറി ഇസ് ഡിഫറെന്റ്. പിന്നെ 1 day തന്നെ ചെയ്യാം. എനിക്ക് വൈകുന്നേരം തന്നെ റിസൾട്ട് വന്നായിരുന്നേ. ഞങ്ങൾ എറണാകുളത്ത് പോയാണ് എഴുതിയത്. അത് May 2023 പോയി എഴുതിയത്. സോ എനിക്ക് ഏകദേശം ഇപ്പം എക്സ്പയർ ആവേണ്ട സമയമായി. ഈ ശരിയാണ്, കഴിഞ്ഞു, എന്റെ എക്സ്പയർഡ് ആയി. ഞാൻ 13 May എഴുതിയത്. സോ എന്റെ എക്സ്പയർഡ് ആയി. ഞങ്ങൾ എല്ലാവരും കൂടെ, ഞാനും ഹസ്ബൻഡും കുഞ്ഞും ഒക്കെ കൂടെ പോയായിരുന്നു കേട്ടോ എഴുതിയത്. അത് സാന്റാമോണിക്കയുടെ തന്നെ എറണാകുളത്ത് ഒരു ബ്രാഞ്ചിൽ പോയാണ് PTE എഴുതിയത്. സോ PTE ഉണ്ടെങ്കിൽ അത് എഴുതുക. അത് എഴുതി റിസൾട്ട് അന്ന് തന്നെ കിട്ടും. ആൻഡ് അത് നോട്ടറൈസ് ചെയ്യണം. നമ്മള് നല്ലൊരു വക്കീലുണ്ടെങ്കിൽ എടുത്തു വെച്ചേക്കുക, ലൈക്ക് ഫ്രണ്ട് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിതെല്ലാം ഏൽപ്പിച്ചോളാം. നോട്ടറി ചെയ്യാൻ പറ്റുന്നവരായിരിക്കണേ. നോട്ടറി ചെയ്യാൻ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നോട്ടറി ചെയ്യാന്ന് പറഞ്ഞാൽ വി ആർ മേക്കിംഗ് ലൈക്ക് ദ കോപ്പി ഈസ് ഒറിജിനൽ. നമ്മള് ഒരു ഇപ്പം സോഫ്റ്റ് കോപ്പി ആയിരിക്കും നമുക്ക് IELTS റിസൾട്ടിന് കിട്ടുക. സോ അത് ഹാർഡ് കോപ്പി ഒക്കെ എടുത്തിട്ട് അത് നോട്ടറൈസ് ചെയ്യണം. ദാറ്റ് ഇത് കോപ്പി ഈസ് സിമിലർ ടു ഒറിജിനൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ അത് നോട്ടറി ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ IELTS അത് നോട്ടറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻ കേസ് ഇപ്പൊ ഗ്യാപ്പ് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു എക്സ്പീരിയൻസ് പ്രൂഫ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു തോന്നുന്നു, ഇപ്പൊ കാല് വയ്യാതെ കടന്നു അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഗ്യാപ്പ് ഫില്ലിംഗ് സ്റ്റേറ്റ്മെന്റ് പോലെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ വെക്കാട്ടോ, അങ്ങനെ കണ്ടീഷൻ ഉള്ളവർക്ക്. പിന്നെ നല്ലൊരു റെസ്യൂമെ കൊടുക്കുക, ഒരു CV, നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളും നമ്മുടെ മാർക്സും ഒക്കെ വെച്ചിട്ട് ഒരു CV കൊടുക്കുക. പിന്നെ ഇനിയുള്ള എല്ലാത്തിനും ഏകദേശം നോട്ടറി ചെയ്യണം കേട്ടോ. അഫിഡവിറ്റ് ഓഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അത് ബാങ്കിൽ നിന്നും പാരന്റ്സിൽ നിന്നും സ്റ്റുഡന്റും എല്ലാം വെക്കണം. അതായത് ലോൺ ഓതറൈസിങ് സപ്പോർട്ടിങ് അഫിഡവിറ്റ് ഓഫ് സപ്പോർട്ട് ഉണ്ട്. അതായത് ബാങ്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ബാങ്ക് മാനേജറിന്റെ നിന്നും, പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് പേരൻസിനെ, സ്പൗസ്, എനിക്ക് സ്പൗസ് ഉണ്ടായിരുന്നു, സ്പൗസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളത് സ്പൗസും. എനിക്ക് ഏജൻസി ഒരു ടെംപ്ലേറ്റ് തരികയാണ് ചെയ്തത്. ഇത് എല്ലാ ഏജൻസിയിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എന്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ടോട്ടൽ ഇൻകം അവരുടേത് ഇത്രയാണ്, പേരൻസിന്റേത് ടോട്ടൽ ഇൻകം ഇത്രയാണ്, സ്പൗസിന്റെ ടോട്ടൽ ഇൻകം ഇത്രയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കണമായിരുന്നു. സോ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു നോട്ടറി, ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അത് ഞാൻ നോട്ടറൈസ് ചെയ്തു. ഡേറ്റ് ഇട്ടാണ് കേട്ടോ നോട്ടറൈസ് ചെയ്യേണ്ടത്. പിന്നെ അപ്പം ഇതിന്റെ ഒരു ഇതുണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മാത്രം ചെയ്താൽ പോരാ, ഇവരുടെ എല്ലാവരുടെയും 3 months ITR വെക്കണം. ഞാൻ എന്റെ അച്ഛന്റെ, അമ്മയുടെ, എന്റെ ഹസ്ബൻഡിന്റെ എല്ലാം 3 months ITR വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 3 months മതിയാകും, കുഴപ്പമില്ല. പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പേരൻസിന്റെ, സ്പൗസിന്റെയും
6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചു. അമ്മയുടെയും അച്ഛന്റെ ചെയ്തില്ലാന്ന് തോന്നുന്നു. അമ്മയുടെയും ഹസ്ബൻഡിന്റെയും ഇതുണ്ടായിരുന്നു, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടെ തന്നെ ബാങ്കിൽ നിന്ന് തന്നെ സേവിങ്സ് സർട്ടിഫിക്കറ്റ് മേടിച്ചായിരുന്നു. ലൈക്ക് ഫിനാൻസിന്റെ ഇതിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ന്യൂസിലൻഡ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടി വരും കേട്ടോ. അപ്പം 6 monthsന്റെ 3 monthsന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചു. പിന്നെ അമ്മയും ഹൗസും ആയിരുന്നു എന്റെ സ്പോൺസർ ഉണ്ടായിരുന്നത്. സോ അവരെ രണ്ടുപേരെയും വെച്ചിട്ട് അവരുടെ 6 monthsന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അച്ഛന്റെ 3 monthsന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പേ സ്ലിപ്പും വെച്ചു. എന്നുവെച്ചാൽ എങ്ങനെയും പോയാലും വിസ റിജക്ട് ആവുന്നതാണല്ലോ നമ്മുടെ ഈ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഈ ബാങ്ക് സർട്ടിഫിക്കറ്റ്, സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും, ഇത് ഹസ്ബൻഡേയും മേടിച്ചു. എല്ലാരും കുറെ കിടന്ന് ഓടിയായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ഒരു സൈഡിൽ കൂടെ ഓടേണ്ടി വന്നു, പേരൻസ് ഒരു സൈഡിൽ കൂടെ ഓടേണ്ടി വന്നു. ശരിക്കും എല്ലാരും ഓടി, ഞാനും ഓടി, എല്ലാരും ഓട്ടമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റുഡന്റ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അതും ഞാൻ ഇന്നതിന് വേണ്ടി പഠിക്കാൻ ഇന്നതിനാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് പിന്നെ വിസയുടെ തന്നെ ഒരു ഫോം ഉണ്ട്, വിസ ഫോം പറഞ്ഞിട്ട്, അതാണെന്ന് തോന്നുന്നു സ്റ്റുഡന്റ് ഡിക്ലറേഷൻ ഫോം. അതല്ലാണ്ട് ഇനി ഓതറൈസേഷൻ അഫിഡവിറ്റിൽ തന്നെ നമ്മുടെ സ്റ്റുഡന്റ് അഫിഡവിറ്റും ഉണ്ട്. സോ സ്റ്റുഡന്റ് അഫിഡവിറ്റ് നമ്മൾ നോട്ടറൈസ് ചെയ്യണം, പേരൻസിന്റേത് നോട്ടറൈസ് ചെയ്യണം, ബാങ്കിൽ നിന്നുള്ളതും എല്ലാം നോട്ടറൈസ് ചെയ്യണം. എനിക്ക് പിന്നെ ഡേറ്റ് ഇട്ടായതുകൊണ്ട് തന്നെ റിജക്ഷൻ വന്ന ഓരോ പ്രാവശ്യം ഞാൻ പോയി നോട്ടറൈസ് ചെയ്യണമായിരുന്നു. നോട്ടറിക്ക് 500 rupees സംതിങ് ആവുമായിരുന്നു കേട്ടോ. പിന്നെ ITR വെക്കുക. ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ടാക്സ് ഫയലിംഗ് ഉള്ള ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ITR എനിക്ക് വെക്കേണ്ടി വന്നില്ല. സോ ITR ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, ITR ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് പാസ്പോർട്ട് ഇല്ലാത്തവരാണെങ്കിൽ പാസ്പോർട്ട് എടുക്കുക. പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ പാസ്പോർട്ടിന്റെ ഡേറ്റ് മിനിമം, വിസ വെക്കുന്നതിന്റെ മിനിമം 6 months എങ്കിലും കൂടുതൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അവർ വിസ വയ്ക്കുന്ന സമയത്ത് നമുക്ക് 6 months കുറവാണ് വാലിഡിറ്റി ഉണ്ടെന്ന് അറിയുന്നതെന്നുണ്ടെങ്കിൽ അവര് ഇത് തരില്ല കേട്ടോ, വിസ തരില്ല. വിസയില് പാസ്പോർട്ട് എക്സ്പയറി ആകും സൂൺ എന്ന് പറഞ്ഞിട്ട് വിസ തരില്ല. സോ പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ് 6 months ബിഫോർ ആണോ നോക്കണം. എന്റേത് പുതിയ പാസ്പോർട്ടായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു പാസ്പോർട്ട് എടുത്ത്. സോ എന്റെ പുതിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇനി സ്പോൺസേഴ്സ് വെക്കുന്നവരുണ്ടായിരിക്കും. ഇപ്പൊ എനിക്ക് സ്പോൺസേഴ്സ് ഇല്ല, ബട്ട് നിങ്ങൾക്ക് സ്പോൺസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോൺസേഴ്സ് വെക്കുന്നവർക്ക് സ്പോൺസറിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി, വിസയുടെ കോപ്പി, അവരിവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നുള്ള അതിന്റെ കോപ്പി, പ്ലസ് ഇവരുടെ ബാങ്ക് സാലറി സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും വെക്കണം സ്പോൺസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ CA ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറയും, നമുക്ക് എന്തോരം ഭൂസ്വത്ത് ഉണ്ടെന്ന് കാണിക്കാനും നമുക്ക് എന്തോരം അസറ്റ്സ് ഉണ്ടെന്ന് കാണിക്കാനുമായിട്ട് CA ഇവാലുവേഷൻ റിപ്പോർട്ട് വെക്കണം. അപ്പൊ എനിക്ക് വന്നത് ഒരു 1.5 CR എന്തോ ആയിരുന്നു കേട്ടോ. അത് എല്ലാവരുടെയും കൂടെ വെച്ചിട്ടാണ്. എന്റെ വീട് വെച്ചു, ആളുടെ വീട് വെച്ചു, അമ്മയുടെ വീട് വെച്ചു, കിടക്കുന്ന എല്ലാവരുടെയും വീട് വെച്ചു, ഞങ്ങൾക്ക് പരിചയത്തിലുള്ള എല്ലാവരുടെയും വീട് വെച്ചു. ജ്വല്ലറി ഒക്കെ അവർ ഇത്രയും ജ്വല്ലറി ഉണ്ട് എന്നൊക്കെ വെച്ചു. അത് ഞാൻ കളക്റ്റീവായിട്ട് തന്നെ കേട്ടോ വെച്ചത്. അങ്ങനെ വെക്കാം. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു CA ഇവാലുവേഷന്റെ റിപ്പോർട്ട് വേണം. ശരിക്കും നല്ല CA ഇവാലുവേഷൻ റിപ്പോർട്ട് ഉണ്ടെങ്കിലും അതും മതിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് അവർ നോക്കുന്നത് ദേ ഷുഡന്റ് ബി എ ലയബിലിറ്റി ടു ദെയർ കൺട്രി, വി ഷുഡന്റ് ബി എ ലയബിലിറ്റി ടു ദെയർ കൺട്രി, അതാണ് അവർ നോക്കുക. അപ്പൊ നമ്മുടെ ഫിനാൻസ് ഷുഡ് ബി റിയലി സ്ട്രോങ് ഇൻ ഇറ്റ്. ഇപ്പൊ ഞാൻ എന്റെ പേരൻസ് ഗവൺമെന്റിൽ വർക്ക് ചെയ്തതുകൊണ്ടും എന്റെ സ്പൗസിന് നല്ലൊരു ITR ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എന്റെ ഫിനാൻഷ്യൽ പാർട്ട് നല്ല സ്ട്രോങ് ആണെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കണം അവർ വിസ തന്നതെന്നാണ് എന്റെ ഒരു അനാലിസിസ് എന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പൊ തുടങ്ങിയ ഒരു പരിപാടിയല്ല, ഇത് 2-3 വർഷമായിട്ട് ഇത് തന്നെ ശ്രമിക്കുന്നത് കൊണ്ട് ഐ തിങ്ക് അതായിരുന്നു ആ ഒരു റീസൺ ടു ഗെറ്റ് മീ ത്രൂ ദിസ് വിസ. അപ്പം പിന്നെ ഉള്ളത് എന്തെങ്കിലും മുൻ വിസ റിജക്ഷൻസ് ഉണ്ടെങ്കിൽ ആ വിസ റിജക്ഷൻ ലെറ്റർ വെക്കാൻ നോക്കുക. ചിലർ ചോദിച്ചിട്ടുണ്ട് വെച്ചില്ല എങ്കിലും എനിക്ക് കിട്ടിയല്ലോ എന്നൊക്കെ. അത് ലക്കായിരിക്കാം, ബട്ട് വിസ റിജക്ഷനിലെ ഇമിഗ്രേഷൻ ഇൻ കേസ് ഫെമിലിയർ കൺട്രി ആണെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് ഓക്കെ ആണ് ചോദിക്കാൻ പറ്റുന്ന കൺട്രീസ് ആണെങ്കിൽ, ഇപ്പൊ ഞാൻ വിസ റിജക്ഷൻ ആദ്യം ന്യൂസിലാൻഡ് വന്ന സമയത്ത് അയർലൻഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അയർലൻഡില് ന്യൂസിലാൻഡ് ഈസ് എ ഫെമിലിയർ കൺട്രി. സോ അയർലൻഡിന് വേണമെങ്കിൽ, അയർലൻഡ് ഇമിഗ്രേഷന് വേണമെങ്കിൽ ന്യൂസിലാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രിയിൽ ഞാൻ റിജക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ വിസ റിജക്ഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ വെക്കുക, കുഴപ്പമൊന്നും ഇല്ല അത് വെക്കുന്നതെന്ന് ഓർത്തിട്ട്. പിന്നെ വളരെ എന്തെങ്കിലും കുറ്റകരമായ കുറ്റമാണ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിടത്ത് ഫയൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ
ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് വിസ ഇസ് SOP. നിങ്ങൾ എന്ത് SOP എഴുതി ചേർക്കുന്നു എന്നുള്ളതിൽ അവരതായിരിക്കും വായിക്കുക. നമ്മളിപ്പോ ജോലിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കവർ ലെറ്റർ വയ്ക്കുന്നത് പോലെയാണ് SOP. അപ്പൊ SOP ഞാൻ കഥകളൊക്കെ ആയിരുന്നു ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്റെ അച്ഛന് എയർഫോഴ്സിലായിരുന്നു. അപ്പൊ ആള് IT അവിടെ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളായിരുന്നു നോക്കിയിരുന്നു. അങ്ങനെ ഇൻസ്പയർഡ് ആയിരുന്നു. കുഞ്ഞിലെ പോലെ എനിക്ക് IT ഇൻസ്പയർഡ് ആയിരുന്നു. പിന്നെ എന്തോ ഇതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ എടുക്കാൻ പറ്റിയില്ല, മാർക്ക് കുറവായിരുന്നു. അങ്ങനെ മാർക്ക് കുറവായിരുന്നു രീതിയിലൊന്നും. അങ്ങനെയൊക്കെ കുറെ കഥകൾ എഴുതിയായിരുന്നു. അപ്പൊ ആ സമയത്താണ് ജിബിയുടെ പരസ്യമൊന്നും അല്ല കേട്ടോ ചെയ്യണം. ഞാൻ സ്റ്റിൽ പറയണമെന്നേ ഉള്ളൂ. എനിക്കവിടെ താങ്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതൊന്നും മേരി ചേച്ചി ഉണ്ടായിരുന്നു. മേരി ചേച്ചി ആയിരുന്നു SOPയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയാൽ. അപ്പൊ ചേച്ചി തന്നെ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. അതിന് ഒരു 5 പേജ് അതിന് മേളിലൊക്കെ വന്നു കഴിഞ്ഞാൽ SOP ഭയങ്കര ബോറാവും. അവർക്ക് വായിക്കാൻ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. നമ്മുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താന്നുള്ളത് ഉണ്ടായിരിക്കണം. എന്തിനാ പഠിക്കാൻ പോകുന്നതുണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നുണ്ടായിരിക്കണം. പലരും ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് ഈ SOP എഴുതുമ്പോൾ ഏജൻസി പറയുന്നോണ്ടാണെന്നാണ് കേട്ടോ അവർ പറയാ. SOPയിൽ ഒരിക്കലും നമ്മൾ ഫ്യൂച്ചറിന്റെ ഇത് എഴുതുമ്പം എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ജോലി കണ്ടുപിടിക്കാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറയരുത്. മാക്സിമം ഞങ്ങൾ ഇന്ത്യയിൽ തിരിച്ചു വരും, എനിക്ക് അവിടെ നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു ഹൈ ഇൻകം ജോബ് കിട്ടും, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പഠിച്ചിട്ട് വി ആർ അപ്ലൈങ് ഫോർ സ്റ്റഡി വിസ, നോട്ട് ഫോർ വർക്ക് വിസ. അപ്പൊ നമ്മുടെ SOPയിൽ ഒരിക്കലും വർക്ക് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാകരുത്. എല്ലാവർക്കും അവർക്കും അറിയായിരിക്കും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകില്ല. ബട്ട് സ്റ്റിൽ വർക്ക് വിസ റിലേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റഡി വിസ ആയതുകൊണ്ട് സ്റ്റഡി ഷുഡ് ബി ദ ഫോക്കസ് ഇൻ SOP. SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, വൈ ആർ വി അപ്ലൈങ് ഫോർ സ്റ്റുഡന്റ് വിസ എന്ന് കാണിക്കണം കേട്ടോ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നു. FDയുടെ റെസിപ്റ്റ് വെക്കാൻ നോക്കുക. FD ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ FDയുടെ റെസിപ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 3 റെസിപ്റ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ടൈം പീരീഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഞാൻ SOPയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്കിൽ നിന്ന് കുറച്ച് പേപ്പർ മേടിക്കാനുണ്ടാവും കേട്ടോ. അതായത് ഇപ്പൊ ഡിസ്ബഴ്സ്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട്, അതായത് ലോൺ സാങ്ഷൻ ലെറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളിത് ഡിസ്പേഴ്സ് ചെയ്യുമ്പം ഡിസ്പേഴ്സ്മെന്റ് ലെറ്റർ. അപ്പൊ എനിക്കിപ്പം വിസ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വന്നത് കണ്ടീഷണൽ വിസയാണ്. കണ്ടീഷണൽ വിസ ഈസ് ഒരു കണ്ടീഷൻ തരും ഇമിഗ്രേഷൻ. ഈ കണ്ടീഷൻസ് ഇന്ന ടൈം ലൈനിനകത്ത് പൂർത്തിയാക്കി കഴിഞ്ഞാലേ ഫുൾ വിസ, അൺകണ്ടീഷണൽ വിസ തരുള്ളൂ. അപ്പൊ അതിനെ പറയുന്ന കണ്ടീഷണൽ വിസയുടെ പേരാണ് AIP, അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറയും കേട്ടോ. അപ്പൊ ഏകദേശം വിസ വന്നു എന്നാണ് അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് AIP വന്നതിന് ശേഷം ഉണ്ടായിരുന്നത് ട്യൂഷൻ ഫീസ് അടയ്ക്കണമായിരുന്നു. സോ ഞാൻ അതുവരെ ഫീസ് അടച്ചിട്ടില്ല. സാങ്ഷൻ ലെറ്റർ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ട്യൂഷൻ ഫീസ് അടച്ചു. പിന്നെ എനിക്ക് FTS ട്രാൻസ്ഫർ ചെയ്യണം. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ ഇമിഗ്രേഷൻ ഓഫീസർ ആണ്. ട്യൂഷൻ ഫീസ് വെക്കണോ, ട്യൂഷൻ ഫീസ് വെച്ചേ പറ്റൂ. FTS ട്രാൻസ്ഫർ ചെയ്യണോ ചെയ്യണ്ട എന്നുള്ളത് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു. അപ്പം പെർ ഇയർ 20,000 ആയിരുന്നു FTS ലിവിംഗ് എക്സ്പെൻസ് കാണിക്കേണ്ടത്. പെർ ഇയർ എനിക്ക് പെർ ഇയർ എന്ന് പറയാൻ കാരണം എന്റെ കോഴ്സ് 1.5 ഇയർ കോഴ്സാണ്. സോ എനിക്ക് 1.5 വർഷത്തിൻ്റെതും കാണിക്കണമായിരുന്നു. സോ $30,000. ഇതിൽ ട്രാൻസ്ഫർ ചെയ്തത് ഞാൻ 20,000 മാത്രമാണ്. കാരണം ഇമിഗ്രേഷന്റെ സൈറ്റിൽ എഴുതിയിട്ടുണ്ട് അപ് ടു 1 ഇയറിൻ്റെതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ അപ് ടു 1 ഇയറിൻ്റെത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് പക്ഷെ വന്നത് 1 ഇയർ വിസയായിരുന്നു. സോ AIP കിട്ടിയിട്ട് ഞാനിത് AIP എനിക്ക് 1 മന്തിനകത്ത് AIP കിട്ടി. 2 വീക്സിനകത്ത് ഫുൾ വിസയും കിട്ടി. ബട്ട് കുറെ ഓടാനുണ്ട്. നമുക്ക് AIP കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഇവിടെ FTS ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ANZ എന്നിട്ട് ബാങ്കിലായിരിക്കും നമ്മൾ FTS ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരിക. സോ ഇത് ആദ്യം തന്നെ ANZ ഒരാഴ്ചയെങ്കിലും എടുക്കും അക്കൗണ്ട് ഓപ്പൺ ആയി വരാൻ. സോ ആ ഒരാഴ്ച അതിനെടുത്തു. പിന്നെ ട്യൂഷൻ ഫീസ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നല്ല ടൈം എടുത്തു. ബാങ്കിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ നല്ലൊരു ഡിലേ വന്നായിരുന്നു. കുറെ പ്രഷർ ചെയ്ത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അന്നത്തെ കൺവേർഷൻ റേറ്റിലാണ് അവർ എമൗണ്ട് എല്ലാം ട്രാൻസ്ഫർ ചെയ്തത്. ഞാൻ വന്ന സമയത്ത് കൺവേർഷൻ റേറ്റ് 50 rupees ആയിരുന്നു കേട്ടോ $1. അത് വെച്ചിട്ട് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന മാർജിൻ അമൗണ്ടിൽ നിന്നൊക്കെ ആയിരുന്നു ഒരു പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചിട്ട് ഇവര് പൈസ ട്രാൻസ്ഫർ ചെയ്തു. പൈസ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം പിന്നെ എന്തായിരുന്നു ANZന്റെ അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് വന്നപ്പോ 1 ഇയർ വിസ വന്നുള്ളൂ. 1 ഇയർ വിസ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പൊ ഇമിഗ്രേഷൻ അവരുടെ തന്നെ മെയിലിൽ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് 1 year വിസ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 1 year വിസ തരാൻ കാരണം ലിവിംഗ് എക്സ്പെൻസ് 1 year ട്രാൻസ്ഫർ ചെയ്തത്. പക്ഷെ അങ്ങനെ ആർക്കും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ബട്ട് ഇപ്പൊ വരുന്ന എല്ലാവർക്കും 1 year വിസയാണ് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ബട്ട് ഇമിഗ്രേഷന്റെ സൈറ്റിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് 1 year ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ ഞാൻ അതിനെ കുറിച്ച് കോൺടാക്ട് ചെയ്യാൻ നിന്നില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ എന്റെ മാസ്റ്റേഴ്സ് ആണ് ഈ അര വർഷം, അതായത് 6 months ഉള്ളത്. വിസ എക്സ്റ്റൻഷൻ ഇനി പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ എന്തായാലും ഇപ്പൊ നമുക്കിപ്പോ വിസ കിട്ടി. അപ്പൊ വിസ കിട്ടിയ കാര്യങ്ങൾ വരെ ഞാൻ ഈ വിസ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈമിന്റെ കാര്യം, ജോലി, പിന്നെ കോഴ്സ് ഡ്യൂറേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെന്താ ലിവിംഗ് എക്സ്പെൻസ് ആൻഡ് കോസ്റ്റ്, മോസ്റ്റ് ഡിമാൻഡിങ് ജോബ്, സ്പോൺസർഷിപ്പ് കിട്ടോ ഇല്ലേ, പെർ അവർ മിനിമം വേജ് എത്രയാണ്, ഇതെല്ലാം. പിന്നെ ഇവിടെ നിന്ന് എക്സ്പെൻസസ് എങ്ങനെ മാനേജ് ആയി പോകുന്നത് എന്നല്ല ഞാൻ വേറൊരു വീഡിയോ പറയാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഒരു 1/2 മണിക്കൂർ വീഡിയോ എങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അധികം എഡിറ്റ് ചെയ്യാനും മാത്രം ഇല്ലെന്തായാലും. സോ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു 1 year 2 year കാര്യങ്ങളാണ് ഞാൻ ചുരുക്കി 1/2 മണിക്കൂർ പറയണത്. നിങ്ങൾ എന്റെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആരും ന്യൂസിലാൻഡ് വിസയെ പറ്റി ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ അനുഭവങ്ങൾ, എന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഇറ്റ് വിൽ വേരി ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ഇറ്റ് വിൽ വേരി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിനകത്ത് പറ്റുന്ന മാക്സിമം അത്രയും കമന്റ് റിപ്ലൈ തരാം. പിന്നെ ഈ പ്രൊഫൈൽ കണ്ടിട്ട് ഈ പ്രൊഫൈലിംഗ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനൊരു ഏജന്റ് അല്ല. എനിക്ക് കൃത്യമായിട്ട് നിങ്ങളെ പ്രൊഫൈൽ നോക്കി പറ്റും ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് മോസ്റ്റ്ലി ന്യൂസിലാൻഡ് സ്റ്റഡി വിസയുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഇതുപോലെ തന്നെ വരുമായിരുന്നു. എനിക്കിതായിരുന്നു. പലവരും എന്റെ പ്രൊഫൈൽ കേട്ടിട്ട് പറഞ്ഞു ആരെങ്കിലും ഇങ്ങനെ വിസ വെക്കുമോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ തെളിയിച്ചു കൊടുത്തു പറ്റുമെന്ന്. സോ അങ്ങനെയൊക്കെ ഒരു വാശി പിടിച്ച് അല്ലെങ്കിൽ വിൽ പവറോടെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളവരുണ്ടെങ്കിൽ അതായത് ധൈര്യമായിട്ട് മുന്നേറും കേട്ടോ. പിന്നെ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലും പ്രശ്നമുണ്ട്, കാനഡയിലും പ്രശ്നമുണ്ട്, യുകെയിലും പ്രശ്നമുണ്ട്. അല്ലാതെ കാനഡയിലും യുകെയിലും മാത്രമല്ല പ്രശ്നങ്ങളുള്ള, അല്ലെങ്കിൽ ന്യൂസിലാൻഡ് മാത്രമുള്ള പ്രശ്നങ്ങളുള്ള, ഇന്ത്യയിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ കവറപ്പ് ചെയ്ത് വരും. അല്ലെങ്കിൽ നമ്മൾ ദൈവം എടുക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്തായാലും അതോടെ ഈ വീഡിയോ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാട്ടോ. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ, സീ യു.